ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുപോട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ തംബ്നെയിൽ മാത്രം കണ്ടിട്ടായിരിക്കും വീഡിയോ തുറന്നിട്ടുണ്ടാവുക. എന്തായിരുന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ +1 എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു. സ്കൂളിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ജൂനിയേഴ്സ് എന്ന മൈൻഡ് സെറ്റിൽ നിന്നും ഇപ്പോൾ സ്കൂളിൽ സീനിയേഴ്സ് ആകാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സീനിയേഴ്സ് ആയ ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ സ്കൂളിൽ വെച്ച് പഠിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂളിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻസ് ഞാൻ തരാം. അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് എക്കണോമിക്സ് +2 എന്ന് പറഞ്ഞാൽ ടഫാണോ, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് +2 സിമ്പിളാണോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഈ വീഡിയോ കാണുന്ന +2 കഴിഞ്ഞു പോയ ആൾക്കാരുണ്ടാവും അല്ലേ, നിങ്ങൾ പഠിച്ച സമയത്ത് പരീക്ഷ അവിടെ കട്ടെ, പരീക്ഷ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ നന്നായിട്ട് എഴുതി, നമുക്ക് പഠിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. പക്ഷെ അതിന് മുൻപുള്ള നിങ്ങളുടെ ഈ പറഞ്ഞ 10 മാസക്കാലത്തെ സ്കൂൾ ജീവിതത്തിൽ അവസാനത്തെ +2 വർഷത്തിൽ എക്കണോമിക്സ് എങ്ങനെയായിരുന്നുള്ള കാര്യം നിങ്ങൾക്കുള്ള തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് പറയാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എയോ ബിയോ പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാം, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് +1 പഠിക്കാനുണ്ടായത് എന്തായിരുന്നു? 2 ആൾക്കാരാണ്. ഒന്നാരാ, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് കുഴപ്പമില്ലാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അത്രയും കുഴപ്പമില്ലാതെ പിന്നെയും നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആകെ മൊത്തം 80 മാർക്കിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവും. ഈ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു പക്ഷേ നിങ്ങൾ 80-ൽ 80 മാർക്ക് നേടിയിട്ടുള്ള ആളാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന് താഴത്തേക്ക് മാർക്ക് വാങ്ങിയ ആളാവാം. ഒരു പക്ഷേ 24 മാർക്ക് വാങ്ങാൻ പറ്റാതെ പോയ ആൾക്കാരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, ഈ പറഞ്ഞ +1 നമ്മൾ പഠിച്ചിരുന്ന പല കാര്യങ്ങളും എന്തില്ല, +2 ഇല്ല. അതായത് +1 നമ്മൾ പഠിച്ചതായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത 2 ആൾക്കാരാണ് നമുക്ക് +2 പഠിക്കാനുള്ളത്. ഒരാളുടെ പേര് മൈക്രോ എക്കണോമിക്സ്, മറ്റൊരാളുടെ പേര് അയാളുടെ ചേട്ടനാണ്, അഥവാ മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇവരുടെ കാരണമായിട്ടുള്ള ഈ പറഞ്ഞ +2 എക്കണോമിക്സ് നമ്മൾ പഠിക്കാനുള്ളതാണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. പേര് കേൾക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും, പക്ഷേ പേടിക്കേണ്ട, അതിലും വലിയ ആൾക്കാരെ വരാനുള്ളത്. അപ്പോൾ നോക്കിക്കോട്ടോ, ഈ പറഞ്ഞ മൈക്രോ മാക്രോ എന്ന് പറയുമ്പോൾ ഇതാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ NCERT ബുക്ക് കേട്ടോ. ഇത് NCERT പുറത്തിറക്കുന്ന പുസ്തകമാണ്. നമ്മുടെ സിലബസ് ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും ഒരേ സിലബസാണ്. അപ്പോൾ NCERT പുറത്തിറക്കുന്ന നമ്മുടെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്നാണ് പറയുക. ഇത് നമ്മുടെ +2 സിലബസാണ് അല്ലേ. ഇനി അതേപോലെ NCERT പുറത്തിറക്കുന്ന ഇതേ മാക്രോ എക്കണോമിക്സിൻ്റെ സിലബസ് വെച്ചിട്ടുള്ള പുസ്തകം ദാ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ NCERT പുറത്തിറക്കുന്ന ഇൻട്രോഡക്ടറി മാക്രോ എക്കണോമിക്സും ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സും. അപ്പോൾ ഇൻട്രോഡക്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചേ പഠിക്കാനുള്ളൂ. പക്ഷേ ആ കുറച്ച് എത്ര വലിയ കുറച്ചാണെന്നുള്ളതും അത് നിങ്ങൾ എത്രത്തോളം കുറച്ചിലായി കണ്ടു എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താണ്, ഓൾറെഡി +2 കഴിഞ്ഞ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം +2 എന്തായിരുന്നുള്ള അവസ്ഥ നിങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി ഇതൊന്നും അറിയാതെ ഇപ്പോൾ +2ലേക്ക് എത്തിയ ആൾക്കാരുണ്ട്. മക്കളെ ഒരിക്കലും ഞാൻ പേടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല. ആക്ച്വലി എത്ര വലിയ ടഫായിക്കോട്ടെ കുഴപ്പമില്ല, ടഫായാലും എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈസിയായിട്ട് പഠിക്കാനുള്ള ചലഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് ടഫായിട്ട് പഠിക്കുക വെച്ച് കഴിഞ്ഞാൽ ടഫായിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ നമ്മളെന്ത് പഠിക്കും, നമ്മളിത് ഏറ്റവും ഈസിയായിട്ട് പഠിക്കും. അതായത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം, ഇത്രയും നന്നായിട്ട് കൊമേഴ്സ് ഏറ്റവും ഈസിയായിട്ട് നമ്മൾ ഇനി എവിടെയും പഠിക്കാൻ പോകുന്നില്ല. എജുപോണിൻ്റെ ഈ ചാനലല്ലാതെ, എജുപോണിൻ്റെ ഈ കോഴ്സിലല്ലാതെ നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടി. എക്കണോമിക്സിൽ ഞാൻ ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം ഞാൻ വെറുതെ പറഞ്ഞതല്ല, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനിവിടെ എജുപോർട്ടിലുണ്ട്. നിങ്ങൾക്കറിയാം ക്ലാസ്സിൻ്റെ നിലവാരം കാര്യങ്ങളൊക്കെ എന്തായിരുന്നു. ചിലപ്പോൾ എന്തായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിവിടെ തൊട്ടതായി കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസിയായിട്ട് എക്കണോമിക്സ് പഠിക്കാനുള്ള ഒരൊറ്റ വഴി ഞാൻ പറയുന്ന കാര്യത്തിലുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജുപോർട്ടിൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്യാം. യാതൊരുവിധ സംശയങ്ങളൊന്നുമില്ലാതെ, യാതൊരുവിധ ടെൻഷനില്ലാതെ. ഞാൻ പറയുന്നു, നിങ്ങൾ 1 രൂപ പോലും പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 രൂപ പോലും നിങ്ങൾ പേ ചെയ്താണ്. അതുകൊണ്ട് നീ പഠിക്കണം, നീ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു നോക്കടാ, മാർക്ക് കിട്ടും എന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ. നമ്മൾ +1 പഠിച്ച സമയത്ത് ഇങ്ങനൊരു സംഭവം പഠിച്ചിരുന്നു. നിങ്ങൾക്കറിയാം ഇപ്പോഴും എന്താണ് മോഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. മോഹി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം. അതുപോലെ ഓഗ്യൂമി എന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾക്കറിയാം അല്ലേ. അതേപോലെ നമ്മൾ ഇന്ത്യൻ എക്കോണമിയിൽ ഒരു ജെംസ് മുട്ടായി പഠിച്ചിരുന്നു. ജെംസ് മുട്ടായി എല്ലാവർക്കും അറിയാം അല്ലേ. ജെംസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാരണം എന്താ, ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ, നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന രീതി തന്നെ നമ്മളിതൊക്കെ പഠിക്കുക, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, +2 നമുക്ക് പഠിക്കാൻ വളരെ കുറച്ച് ചാപ്റ്ററുള്ളൂ. നോക്കിയേ, ആകെ 5 ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സ് പഠിക്കാനുള്ളൂ. 40 മാർക്കിനടുത്ത് ചോദിക്കുള്ളൂ. അപ്പോൾ ഒരു ചാപ്റ്ററിന് 8 മാർക്ക് അല്ലേ. കാരണം 8 × 5 40, അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? അല്ല, ഫസ്റ്റ് ചാപ്റ്റർ നമുക്കൊരു 4 മാർക്കിന് ചോദ്യം വരും. 4 മാർക്ക് വല്ലപ്പോഴും ചോദിക്കാറുണ്ട്. ചില ചാപ്റ്ററിന് എന്തുണ്ട്, 12 മാർക്കുണ്ട്, ചില ചാപ്റ്ററിന് 15 മാർക്കുണ്ട്, ചില ചാപ്റ്ററിന് 10 മാർക്കുണ്ട്. ഈ രീതിയിൽ പോയിട്ടുണ്ട്. ഓക്കെ, ചില ചാപ്റ്ററിന് 8 മാർക്കും പോയിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഒരു 40 മാർക്കുള്ള മൈക്രോ എക്കണോമിക്സും അതുപോലെ മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ 6 ചാപ്റ്ററുകളാണ് നമുക്കുള്ളത്. ഈ 6 ചാപ്റ്റർ നമുക്കുള്ളത് 40 മാർക്കിനാണുള്ളത്. അപ്പോൾ 6 ചാപ്റ്റർ മൈക്രോ മാക്രോ ആകെ മൊത്തം കൂട്ടിയാൽ എത്രയും 6 + 5 എന്നേക്കാൾ നന്നായിട്ട് കണക്കറിയുന്നത് നിങ്ങൾക്കറിയാം. ഉത്തരം എത്ര വരിക, 11 ആണ്.
അപ്പോൾ 11 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ +2 തീരും. പക്ഷേ ഈ 11 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് മാക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആർത്തോ എന്നുള്ളൊരു അവസ്ഥയ്ക്കായി മാറും. ഓക്കെ, അതേപോലെ മൈക്രോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഓർത്തോ എന്നുള്ള അവസ്ഥയ്ക്കായിട്ട് മാറും. അപ്പോൾ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ എത്താതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴേ പറയുന്നു, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് മക്കളെ. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, നിങ്ങൾ കൂടെ എത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് എത്തുന്ന ആൾക്കാരാകുമ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ സീനിയേഴ്സ് ആണല്ലേ. ഉറപ്പായിട്ട് നമുക്കൊരു പൊലിവ് വരാനുണ്ട്. കാരണം എന്താ, സൺഗ്ലാസ് വരക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ലാത്തൊന്നും കൊണ്ടല്ല, സൺഗ്ലാസ് വരക്കാൻ അറിയാത്തതുകൊണ്ട് ഇനി ഞാൻ വരച്ചിട്ട് രൂപം മാറണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സൺഗ്ലാസ്, യെസ്, നമ്മൾ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വരക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സീനിയേഴ്സായി മാറണം മക്കളെ. അപ്പോൾ സീനിയേഴ്സായിട്ട് മാറുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നു, +2 എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, +2 എങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൗ വാസ് യുവർ +2, നിങ്ങളുടെ +2 എങ്ങനെ ഉണ്ടാകുന്നില്ല കാര്യം നിങ്ങൾ ചോദിക്കണം. ആരോട് അറിയിച്ച് ചോദിക്കണ്ടേ, നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കും. എടാ +2 എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പറയും, +2 അടിപൊളിയല്ലേ, ഫുൾ വൈബ് ചില്ല, നമ്മളെന്നെയുള്ള അവിടെ രാജാക്കന്മാരായിട്ടെന്ന് പറയും. അതല്ല ചോദിച്ചു നോക്കണ്ടേ, എന്താ ചോദിച്ചു നോക്കണ്ടേ, ചേട്ടന്മാരെ അല്ലെങ്കിൽ ചേച്ചിമാരെ അങ്ങനെയൊന്നും വിളിക്കരുത്, വളരെ മോശമാണ്. എടാ അല്ലെങ്കിൽ എടി ഒന്നും വിളിക്കണ്ട, എടാ എന്ന് മാത്രം വിളിച്ചാൽ മതി. എടാ എങ്ങനെ ഉണ്ടായിരുന്നു +2 പഠിക്കാൻ, +2 എക്കണോമിക്സ് പ്രത്യേകിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കാൻ, ഇത് മാത്രം അവരോട് ചോദിക്കുക. അവർ നിങ്ങൾക്കൊരു അഭിപ്രായം പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ആ അഭിപ്രായം നിങ്ങൾക്ക് അവിടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കമൻറ്റ് ചെയ്യാം, +2 എങ്ങനെ ഉണ്ടായിരുന്നു എക്കണോമിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാം. മക്കളെ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു അവസരമായിട്ട് ഞാനിവിടെ മുന്നോട്ട് പറയുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ CUT എക്സാം ഉണ്ട്. ഇത് 2026 നിങ്ങൾക്ക് CUT വരാൻ പോകുന്നത്, നിങ്ങൾക്ക് 2027 CUT എക്സാം ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ CUT കൂടെയുള്ള പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ +2 എജുപോർട്ടിൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ CUT എക്സാം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനുകൂടിയുള്ള പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷേ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പക്ഷേ എന്ത് ചെയ്യാം, നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഉണ്ട് എജുപോർട്ടിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഇറ്റ്സ് മീ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ.